മൂത്താര് മൂത്താരെന്നാണ് മൂപ്പരെ വിളിച്ചിരുന്നത്. എന്താണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് എന്ന് എനിക്കറിയില്ല. കുടുംബത്തെയും നാട്ടിലെയും പ്രായമായവർ വരെ മൂത്താർ എന്ന് തന്നെയാണ് വിളിച്ചിരുന്നത്. മൂത്താരെ ഞാൻ ആദ്യമായി കാണുന്നത് എനിക്ക് ഏകദേശം ഒരു 10 വയസ്സുള്ളപ്പോഴാണ്. അന്ന് ഞങ്ങൾ കുട്ടികളെല്ലാം കൂടി അമ്മയുടെ തറവാട്ടിൽ പോയി നിൽക്കും. അവിടെയൊക്കെ ഞങ്ങൾക്ക് കുറേ കൂട്ടുകാരുണ്ട്. അന്നൊക്കെ വർഷാവർഷം കുംഭമാസത്തിൽ തറവാട്ടിൽ പൂജ നടക്കും. നമ്മുടെ അമ്പലത്തിലൊക്കെ നടക്കുന്ന പോലത്തെ പൂജ അല്ല കേട്ടോ, അതുണ്ട്. പക്ഷെ ഇത് ഈ വെച്ചാരാധനയൊക്കെയുള്ള മണ്ഡപങ്ങളിൽ നടക്കുന്ന പൂജയാണ്. കോഴി അറക്കുന്ന, കള്ള് നേദിക്കുന്ന പൂജ. രാത്രിയാണ് പൂജ, അത് കഴിഞ്ഞാൽ ഭക്ഷണം. ഞങ്ങൾ കുട്ടികൾക്ക് അതെല്ലാം വലിയ കാര്യമായിരുന്നു. അങ്ങനെയൊരു പൂജയ്ക്കാണ് ഞാൻ ആദ്യമായി മൂത്താരെ കാണുന്നത്. എൻ്റെ വല്യമ്മയുടെ മകനുണ്ട്. അവനാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ പ്രധാനി. അവനാണ് ചൂണ്ടിക്കാണിച്ചു തന്നത്. ദൈവത്തറയ്ക്ക് പിന്നിൽ കൈ പിന്നിൽ കെട്ടി നിൽക്കുന്ന ഉയരമുള്ള നരച്ച താടിയും മുടിയുമുള്ള ആ മനുഷ്യൻ. ചെമ്പിൻ്റെ നിറം, ദേഹമാസകലം ഭസ്മം പൂശിയിട്ടുണ്ട്. ഇറക്കമില്ലാതെ ഉടുത്ത വെള്ളമുണ്ട്, അതിൽ അങ്ങിങ്ങായി മഞ്ഞൾപ്പൊടിയും കോഴിച്ചോരയും. അരയിൽ മുറുക്കി കെട്ടിയ ഒരു കാവി തോർത്തുമുണ്ട്. അതിനിടയിൽ മാൻകൊമ്പിൻ്റെ പിടിയുള്ള തിളങ്ങുന്ന കടാര തിരുകി വച്ചിരിക്കുന്നു. കയ്യിലൊരു വടി, ഒരറ്റം ഉരുട്ടി മിനുക്കി മറ്റേ അറ്റം ചെത്തിക്കുറിപ്പിച്ച 2.5 അടിയോളം നീളമുള്ള ഒരു കാഞ്ഞിര കതലിൻ്റെ വടി. പിന്നിൽ ആളിക്കത്തുന്ന പന്തത്തിൻ്റെ വെളിച്ചത്തിൽ മൂത്താരെ കണ്ടപ്പോൾ പണ്ട് ആരോ പറഞ്ഞു കേട്ട കഥയിലെ മാന്ത്രികനെയാണ് ഓർമ്മ വന്നത്. യഥാർത്ഥത്തിൽ അയാൾ അങ്ങനെ ഒന്ന് തന്നെ ആയിരുന്നു. മൂത്താരെ നാട്ടിലെല്ലാവർക്കും നല്ല ബഹുമാനമായിരുന്നു. കുറേ പേർക്ക് പേടിയും. മറ്റു ചിലർക്ക് മൂത്താർ ശത്രുവായിരുന്നു. ശത്രുതയ്ക്ക് കാരണമുണ്ടായിരുന്നു. നാട്ടിൽ പാവപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അവർ സഹായം തേടുന്നത് മൂത്താരുടെ അടുത്തായിരുന്നു. അത് ചോദിച്ചു പറഞ്ഞ് തീർക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ അങ്ങനെ തീർക്കും. അല്ലാതെ മൂത്താരുടെ കാഞ്ഞിരവടി കൊണ്ട് തീർക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ മൂപ്പരത് ആ വഴിയിലും തീർക്കും. ഇത് രണ്ടുമല്ലാതെ മന്ത്രവാദക്കളങ്ങളിൽ തീർക്കേണ്ട കാര്യങ്ങളും മൂത്താരുടെ മുന്നിലെത്തിയിരുന്നു. എന്തായാലും ശത്രുക്കൾ ആ നാട്ടിലും പുറം നാട്ടിലും ധാരാളം ഉണ്ടായിരുന്നു. അന്ന് പൂജയ്ക്ക് ശേഷം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൂത്താര് അടുത്തിരിക്കുന്ന ആളോട് സംസാരിക്കുന്നത് കേട്ടു. മന്ത്രവാദം എന്നത് സ്വന്തം ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളതല്ല. അത് കൊടുക്കുന്നവനും കൊള്ളുന്നവനും ദോഷമാണ്. നമ്മൾ പറഞ്ഞു വിടുന്ന മൂർത്തികൾ എപ്പോഴും നമ്മൾ പറയുന്ന പോലെ കേൾക്കണമെന്നില്ല. അത് ചിലപ്പോൾ നമ്മൾ ലക്ഷ്യം വെച്ച ആൾക്കാരെ തീർത്ത ശേഷം അത് അയാൾക്ക് ബന്ധമുള്ള മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ നോക്കും. അത് ആ കുടുംബത്തിലെ സ്ത്രീകളെയും കുട്ടികളെയും ആണെങ്കിൽ അത് വലിയ പാപമായി തീരും. അങ്ങനെ കുറേ തെറ്റുകൾ മുൻ തലമുറയിൽ പലർക്കും പറ്റിയിട്ടുണ്ട്. അവർക്ക് പറ്റിയ തെറ്റുകൾ ആവർത്തിക്കാൻ എനിക്ക് താല്പര്യമില്ല. നിങ്ങളുടെ പ്രശ്നം ഇതൊന്നുമില്ലാതെ ഞാൻ തീർത്തു തരാം. നേരം പുലർന്നപ്പോഴേക്കും മൂത്താര് പോയിരുന്നു. അന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ കുട്ടികളിൽ ആരോ ആണ് മൂത്താരെ പറ്റി ആ കഥ പറഞ്ഞു തന്നത്. അതിങ്ങനെയായിരുന്നു. ഒരിക്കൽ മൂത്താരൊരു പൂജ കഴിഞ്ഞ് എവിടുന്ന് വരികയാണ്. സമയം അർദ്ധരാത്രി. വീട്ടിലെത്താൻ ഇനിയും നടക്കണം. ആളൊഴിഞ്ഞ നടവഴി, നല്ല നിലാവുണ്ട്. ഇടയ്ക്ക് എന്തൊക്കെയോ രാക്കിളികളുടെ ശബ്ദം. പെട്ടെന്ന് മൂത്താരൊരു കാര്യം ശ്രദ്ധിച്ചു. താൻ ഒറ്റയ്ക്കല്ല ഉള്ളത്. തൻ്റെ പിന്നിൽ ആരോ ഉണ്ട്. പിന്നിൽ നിന്നും കാൽപെരുമാറ്റം വ്യക്തമായി കേൾക്കാം. മൂത്താര് തിരിഞ്ഞു നോക്കി. പിറകിൽ ആരുമില്ല. നടന്നു തുടർന്നു. കുറച്ചു ദൂരം നടന്നപ്പോൾ വീണ്ടും കാൽപെരുമാറ്റം കേട്ടു തുടങ്ങി. മൂത്താര് വീണ്ടും തിരിഞ്ഞു നോക്കി. നടവഴി വിജനമാണ്, ആരുമില്ല. അതോടെ മൂത്താര് ഒരു കാര്യം ഉറപ്പിച്ചു. ഇത് കളി വേറെയാണ്. എന്തായാലും ഒപ്പമുള്ളത് ചില്ലറക്കാരനല്ല, ശ്രദ്ധിക്കണം. മൂത്താര് കയ്യിലെ വടിയൊന്ന് ചുഴറ്റി വീണ്ടും നടന്നു. നിലാവ് കുറഞ്ഞു വരുന്നുണ്ട്. കയ്യിലിരുന്ന ചൂട്ട് വഴിയിലെവിടെയോ എരിഞ്ഞു തീർന്നു. അങ്ങിങ്ങായി കാണുന്ന വീടുകളിൽ എവിടെയും വെളിച്ചമില്ല. എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞു. മൂത്താര് നടത്തത്തിന് വേഗം കൂട്ടി. കൂടെയുള്ള കാൽപെരുമാറ്റം പിന്നിൽ നിന്നും വലതുവശത്തു കൂടി മുന്നിലേക്ക് കയറുന്നത് മൂത്താര് ശ്രദ്ധിച്ചു. ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കിയപ്പോൾ നിലത്ത് കണ്ടത് ഒരു നിഴലാണ്. നടവഴിയിൽ വീട് കിടക്കുന്ന നിലാവിനെ മായ്ച്ചുകൊണ്ട് ഒരു നിഴൽ. ആളില്ല, നിഴല് മാത്രം. മൂത്താർക്ക് ആള് മനസ്സിലായി. ഒടിയനാണ്. ആരുടെയോ ആജ്ഞയും കൊണ്ട് തന്നെ അപകടപ്പെടുത്താൻ ഇറങ്ങിയതാണ്.
നടവഴിയിലെ കരിയില ചുവട്ടി മുന്നോട്ട് നടക്കുമ്പോൾ മൂത്താർ ഉറക്കെ പറഞ്ഞു, ഞാനും നീയും തമ്മിൽ ഒരു വഴക്കും വക്കാണവും ഇല്ല. ആരുടെയെങ്കിലും വാക്കും കേട്ട് എൻ്റെ നേരെ വന്നാൽ എനിക്കും എൻ്റെ രക്ഷ നോക്കേണ്ടി വരും. ഇപ്പോൾ വേണമെങ്കിൽ മടങ്ങിപ്പോയിക്കോ, സ്വന്തം തടി നോക്കിക്കോ. മൂത്താരുടെ ശബ്ദം ഇടവഴിയിൽ അലയടിച്ചു. നടത്തം തുടർന്ന മൂത്താർ വീട്ടിലേക്കുള്ള ഇടവഴിയിലെത്തി. വലത് ചേർന്ന് നിലം പറ്റിയ ആ നിഴലും. ഇടവഴിയിൽ നിന്നും ഉയരത്തിലാണ് മൂത്താരുടെ വീട്. ചാണകം മെഴുകിയ വലിയ പടിക്കെട്ട് കയറി കടന്നാൽ കയ്യാല, അതും കഴിഞ്ഞാൽ മുറ്റം. മുറ്റത്തിന് നടുക്ക് ഓലമേഞ്ഞ വീട്. മൂത്താർ ഒന്നാം പടിയിലേക്ക് കാലെടുത്ത് വെച്ചതും പെട്ടെന്നൊരു പാമ്പിൻ്റെ മെയ്വഴക്കത്തോടു കൂടി ആ നിഴൽ പടിക്കെട്ടിലേക്ക് ഇഴഞ്ഞു കയറി വഴി തടഞ്ഞു. മൂത്താർ ഒരു നിമിഷം നിന്നു. ചവിട്ടിക്കയറി പോകാൻ ശ്രമിച്ചാൽ നിഴൽ ചുറ്റിമുറുക്കും, ശ്വാസം മുട്ടിച്ച് കൊല്ലും. അത് മൂത്താർക്കറിയാം. നിനക്ക് പോകാൻ അവസരം തന്നതായിരുന്നു, ഇനി അതില്ല, മൂത്താർ പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു. എന്നിട്ട് അരയിൽ തിരികെ കടാരയുടെ പിടിയിൽ കൈയൊടിച്ച് ഒരു നൊടി നിന്നു. പിന്നീട് പെട്ടെന്ന് ഒരലർച്ചയോടെ വായുവിൽ ഉയർന്നു ചാടി അരയിൽ നിന്ന് കടാര വലിച്ചൂരി. ഗുരുകാരണവന്മാരെയും ആരാധനാമൂർത്തികളെയും ഉറക്കെ വിളിച്ച് കടാര പടിക്കെട്ടിൽ നിവർന്നു കിടക്കുന്ന ആ നിഴലിൻ്റെ നെഞ്ചിൽ കുത്തിയിറക്കി. വായുവിൽ ഒരു മലക്കം മറിഞ്ഞ് മുറ്റത്ത് കാലുറപ്പിച്ചു നിന്നു. പെട്ടെന്നൊരു മനുഷ്യൻ്റെ തൊണ്ട പൊട്ടിയുള്ള കരച്ചിൽ അവിടെ ആകെ അലയടിച്ചു. ആ അലർച്ച കേട്ട് ചുറ്റുമുള്ള വീടുകളിൽ നിന്ന് ആരൊക്കെയോ എഴുന്നേറ്റു. തൊട്ടടുത്ത വീട്ടിൽ നിന്നും മൂത്താരുടെ അനിയൻ വിളക്ക് കൊളുത്തി വാതിൽ തുറന്ന് വരാന്തയിലേക്ക് ഇറങ്ങി. വിളക്ക് കെടുത്തി അകത്ത് കയറി പോടാ, നിന്നെ വിളിക്കുമ്പോൾ വന്നാൽ മതി, മൂത്താർ അയാളോട് ദേഷ്യപ്പെട്ടു. ഈ ഒന്ന് മാത്രമല്ല, കൂടെ വേറെയും ഉണ്ടാകും. എല്ലാത്തിനെയും ഓടിച്ചില്ലെങ്കിൽ ആ അപകടമാണ്, മൂത്താർ മനസ്സിൽ കരുതി. ചേട്ടൻ ദേഷ്യത്തിലാണെന്ന് മനസ്സിലായപ്പോൾ അനിയൻ വന്നതുപോലെ വീടിനകത്ത് കയറിപ്പോയി. അതോടെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ നിന്നവരും തങ്ങളുടെ കുടിലിൻ്റെ വാതിൽ ചാരി ഉറക്കത്തിലേക്ക് പോയി. മൂത്താർ തൊടിയിലും പറമ്പിലും ഒക്കെ ഒന്ന് നടന്നു നോക്കി. എല്ലാം സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തി. പിന്നീട് ഒന്ന് കുളിച്ച് കോലായിൽ തന്നെ കിടന്നുറങ്ങി. നേരം പുലർന്നു വരാൻ നേരമായപ്പോൾ മൂത്താർ അനിയനെ വിളിച്ചു. ഡാ, കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്ത് പുറത്തിറങ്ങിയോ? ചേട്ടൻ്റെ വിളി കേട്ട് ഉടനെ അയാൾ ഒരു മൺകുടത്തിൽ വെള്ളം എടുത്ത് കുടലിന് പുറത്തിറങ്ങി. ചുറ്റുപാട് നോക്കി. ആരും എഴുന്നേറ്റിട്ടില്ല. വെളിച്ചം പരന്നു തുടങ്ങുന്നതേ ഉള്ളൂ. ചേട്ടൻ കയ്യാലയ്ക്ക് അരികിൽ നിൽക്കുന്നത് കണ്ട് അയാൾ അങ്ങോട്ട് ചെന്നു. അവിടെ ആ പടിക്കെട്ടിൽ കണ്ട കാഴ്ച അയാളെ ഞെട്ടിച്ചു. പടിക്കെട്ടിൽ കുത്തി നിർത്തിയ കടാരയ്ക്ക് ചുറ്റും രക്തം തളം കെട്ടിക്കിടക്കുന്നു. അതിനടുത്ത് നൂൽബന്ധമില്ലാതെ ഒരു മനുഷ്യൻ കൂനിക്കൂടിയിരിക്കുന്നു. ഭയവും അത്ഭുതവും അയാളുടെ മനസ്സിൽ നിറഞ്ഞു. എന്തേ പോന്നു? മൂത്താരൊരു പരിഹാസച്ചിരിയോടുകൂടി പടിക്കെട്ടിലിരിക്കുന്ന ആളോട് ചോദിച്ചു. രക്ഷിക്കണേ മൂത്താരെ, അറിയാതെ ചെയ്തതാണ്, എന്നെ കൊല്ലരുത്. ഇത് ചെയ്തില്ലെങ്കിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും കൊന്നുകളയുമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇതിനിറങ്ങിയത്. എന്നോട് പൊറുക്കണം, എന്നെ വെറുതെ വിടണം, രക്ഷിക്കണം. അയാൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് യാചിച്ചു. മൂത്താര് കുറച്ചു നേരം മിണ്ടാതെ നിന്നു. പിന്നെ ഒന്ന് നീട്ടി മൂളിക്കൊണ്ട് പറഞ്ഞു, നിന്റെ വിഷമം മനസ്സിലായി. നിന്നെ അയച്ചതാരാണെന്ന് എനിക്കറിയാം. അവരെ ഞാൻ പിന്നെ കണ്ടോളാം. നിന്നെ ഞാനിപ്പോൾ വിട്ടയക്കാം. പകരം മേൽ നീയോ നിന്റെ കുലത്തിൽപ്പെട്ടവരോ ദുഷ്ടലാക്കോടുകൂടി എൻ്റെയോ എൻ്റെ കുലത്തിൽപ്പെട്ടവരുടെ പറമ്പിലോ തൊടിയിലോ കയറില്ല എന്നും എന്നെയോ എൻ്റെ കുലത്തിൽപ്പെട്ടവരെയോ ഉപദ്രവിക്കില്ല എന്നും സത്യം ചെയ്തു തരണം. പടിക്കെട്ടിലിരുന്ന മനുഷ്യൻ കൈകൂപ്പി കരഞ്ഞുകൊണ്ട് മൂത്താർക്ക് സത്യം ചെയ്തു കൊടുത്തു. മൂത്താരൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അനിയനെ നോക്കി കൈനീട്ടി. അനിയൻ കയ്യിലിരുന്ന മൺകുടം മൂത്താര് കൊടുത്തു. മൂത്താര് വലം കൈകൊണ്ട് കുടത്തിൻ്റെ വായുഭാഗം പൊത്തി നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് എന്തോ ജപിച്ചു. പിന്നെ കുടത്തിലെ വെള്ളം കുറച്ച് കുത്തി നിർത്തിയ കടാരയ്ക്ക് മുകളിലൊഴിച്ചു. എന്നിട്ട് കടാര ഊരി അരയിൽ തിരികെ. കുടത്തിൽ ബാക്കിയുള്ള വെള്ളം കുറച്ച് പടിക്കെട്ടിലിരുന്ന ആളുടെ തലയിൽ ഒഴിച്ചു. ശേഷം കുടം മൂത്താർ അയാൾക്ക് നേരെ നീട്ടി. കുടിച്ചോ, ഉഗ്രശബ്ദത്തിൽ മൂത്താർ പറഞ്ഞു. നീ പേടിക്കണ്ട, നിന്നെ വിട്ടവർ ഇനി നിന്നെ തേടി വരില്ല, ഉപദ്രവിക്കില്ല. ഇതെൻ്റെ വാക്കാണ്, അതിനുള്ളത് ഞാൻ കൊടുത്തോളാം. മൂത്താരുടെ വാക്കുകൾ കേട്ട് അയാൾ കണ്ണീരോടെ മൂത്താരെ നോക്കി കുടം നിലത്ത് വെച്ചു. തൻ്റെ തോളിൽ കിടന്ന് തോർത്തുമുണ്ടെടുത്ത് അയാൾക്ക് നേരെ നീട്ടിക്കൊണ്ട് മൂത്താർ അയാളോട് പൊയ്ക്കോളാൻ പറഞ്ഞു. അയാൾ ആ തോർത്തുമുണ്ട് വാങ്ങി ഉടുത്തുകൊണ്ട് ദൂരേക്ക് നടന്നു പറയുന്നത് നോക്കിക്കൊണ്ട് ഒരു പുഞ്ചിരിയോടെ മൂത്താർ നിന്നു. ഈ കഥ പണ്ട് സാധാരണ കേട്ടു വന്നിരുന്ന മാടൻ മറുത ഒടിയൻ കഥകൾ കേട്ടിട്ട് കുട്ടികളെ പേടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ പഴയ തലമുറയിലെ ആരെങ്കിലും ഉണ്ടാക്കിയതാവും.
പക്ഷെ അന്ന് ഈ കഥ ഞാൻ വിശ്വസിച്ചിരുന്നു. അതിലൊരു സുരക്ഷിതാബോധവും ഞാൻ കണ്ടെത്തിയിരുന്നു. ഇന്നും അതങ്ങനെ തന്നെയാണ്. ഇന്ന് മൂത്താരില്ല, പക്ഷേ രാത്രി എങ്ങോട്ടേലും പോകുമ്പോൾ മൂത്താര് എന്ന ആ കാരണവരുടെ ഓർമ്മകൾ പോലും ഒരു ധൈര്യമാണ്. മൂത്താരെ പറ്റി വേറെയും കഥകളുണ്ട്. അത് ഞാൻ നിങ്ങൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ പറയാം. ഇപ്പം എത്രയേ ഉള്ളൂ.